55 കൊല്ലം മുമ്പ് മുതൽക്ക് തന്നെ മഹാനായ ശൈഖിന് ഞാനുമായിട്ട് ബന്ധമുണ്ട്. ഞാനും ബഹുമാനപ്പെട്ടവരുടെ ഖാദിമായിരുന്നു. വലിയ അടുപ്പത്തിലായിരുന്നു മഹാനവറുകളുടെ വഫാത്ത് വരെ. അള്ളാഹുവെ, ഞങ്ങളെ മഹാനവറുകളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. നമ്മളുടെ എല്ലാവരുടെയും നേതാവാണ്. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ നേതാവാരാണെന്ന് വെച്ചാൽ താജുൽ ഉലമയാണ്. താജുൽ ഉലമന്റെ വഫാത്തിന്റെ ശേഷം നമ്മുടെ നേതാവാരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്ക്, കൂറത്തങ്ങൾ. കൂറത്തങ്ങൾ തന്നെയാണ് നമ്മുടെ നേതാവ്. അല്ലാന്ന് പറയാൻ ആരും ഒരുങ്ങണ്ടടാ, ആരും ഒരുങ്ങണ്ട. അതിന് നമ്മുടെ നേതാവ് ഇന്ന് കൂറത്തങ്ങൾ തന്നെ. ഇൻഷാ അല്ലാഹ് അവരുടെ മരണം വരെ കൂറത്തങ്ങൾ തന്നെയാണ് നമ്മുടെ നേതാവ്. അതിനാരും നിങ്ങൾ സംശയിക്കണം. ബാക്കി വിഷയങ്ങളെല്ലാം മഹാനായ തങ്ങളവറുകൾ നമ്മളോട് സംസാരിച്ചു. ഒരാളൊരു ഖാദിയായി കഴിഞ്ഞാൽ ഞങ്ങൾ ഖാദിനെ നാളെ മാറ്റും, മറ്റവനെ ഞങ്ങൾ ഖാദിയാക്കും. ഇങ്ങനെ ബടായി വിടാനുള്ള അധികാരം എനിക്കില്ല. ഖാദിനെ മാറ്റാൻ ഒരൊറ്റ ഒരുത്തനിക്കും അധികാരമില്ല. അതിന് വിചാരിക്കുകയും വേണ്ട. ഞങ്ങൾ ഖാദിനെ മാറ്റും, വേറെ ആളാക്കും, ഇങ്ങനെ വിട്ടുകൊണ്ട് നിൽക്കുക. അത് വേണ്ട, അത് അപകടമാണ്, തീ കൊണ്ട് തലചൊറിയലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരെയും അള്ളാഹു മഹാന്മാരെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. മഹാനായ കൂറത്തങ്ങൾ വലിയ കറാമത്തിൻ്റെ ഉടമയാണ്. ഞാനവിടെ അത് ഇപ്പം വിശദീകരിക്കുന്നില്ല. വലിയ കറാമത്തുള്ള മഹാനാണ്. എത്രയോ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ അൽമദീനൻ്റെ പല പരിപാടികളും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ നാബിൻ്റെ അസർ. അത് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും അറിഞ്ഞവരാണ്. അള്ളാഹുവെ, ബഹുമാനപ്പെട്ടവർക്കും ഞങ്ങൾക്ക് നീ ആഫിയത്തോടുള്ള ദീർഘായുസ് തരണം റഹ്മാനെ. ദീനിന് ഒറ്റക്കെട്ടായി സംസാരിക്കാൻ തൗഫീക്ക് നൽകണം റഹ്മാനെ. ഹക്കിൻ്റെ മേൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ചെയ്യണം. സഹോദരന്മാരെ, മഹാനവറുകൾ ഹക്കിൻ്റെ മേൽ ഉറച്ചു നിൽക്കുന്ന ഉഖ്റവിയായ ആലിമാണ്. വഅഇമ്മത്തും കശ്ശാഫിഈ വനഹ്വിഹി കാനൂ അലാ സിത്തി ഖിസാലിൻ കുമ്മലാ സുഹ്ദുൻ സലാഹും വൽ ഇബാദത്തു ഇൽമുഹും بعلوم يقبى نافعة للملا. ഉഖ്റവിയായ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഹക്കിൻ്റെ മേൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഉഖ്റവിയായ ആലിമ്. ആര് പറഞ്ഞാലും അതിൻ്റെ എതിര് സ്വീകരിക്കയില്ല. എതിരായിട്ട് ആര് സംസാരിച്ചാലും അതിന് മന്ത്രിയാവട്ടെ, കുന്ത്രിയാവട്ടെ, നേതാവാവട്ടെ, ആര് പറഞ്ഞാലും ഹക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് മാറ്റി പറയാത്ത ആളാണ് ഉഖ്റവിയായ ആലിമ് കേട്ടോ. മഹാനായ താജുൽ ഉലമ, അതേ താജുൽ ഉലമൻ്റെ അതേ തരീഖിലാണ് മഹാനായ കൂറത്തങ്ങളുള്ളത്. താജുൽ ഉലമനെ പറ്റി നമുക്കറിയില്ലേ? ആര് എന്ത് പറഞ്ഞാലും ഹക്ക് ഹക്കായിട്ടല്ലാതെ അതിൻ്റെ അപ്പുറം സംസാരിച്ച ആളല്ല. നിങ്ങൾക്കെല്ലാം അറിയൂ. അള്ളാഹു അവരുടെ ബർക്കത്തോട് നമ്മളെല്ലാവരെയും ദുനിയാവിലും സലാമത്തിൻ്റെ ഹിലാലിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഈ സദസ്സിൻ്റെ ബർക്കത്തോട് ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ സലാമത്തിലാക്കണം റഹ്മാനെ. ഈ ജമാഅത്തിനെ നീ ഖൈറിലാക്കണം റഹ്മാനെ, സന്തോഷത്തിലാക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ റാഹത്തിലാക്കി തരണം റഹ്മാനെ. ആഖിബത്ത് നന്നായി ഈമാനോട് കൂടെ മരിപ്പിക്കണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഹബീബായ നബിയെ കണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ എന്ന് മാത്രം